നമസ്കാരം. ഭാരതത്തിൻ്റെ കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ വസിക്കുന്ന, അതായത് പശ്ചിമ ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനത നേരിടുന്ന തീരാവേദനയുടെയും അരക്ഷിതാവസ്ഥയുടെയും നേർചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട മുൾവേലി നിർമ്മാണം മമതാ ബാനർജിയുടെ പിടിവാശി ഒന്നുകൊണ്ട് മാത്രം അനന്തമായി നീളുന്നത് ഇവിടുത്തെ കർഷകരെയും സാധാരണക്കാരെയും കടുത്ത പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ്. ദേശീയ സുരക്ഷയെ മുൻനിർത്തി അതിർത്തി വേഗത്തിൽ സുരക്ഷിതമാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുമ്പോൾ നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളെ വോട്ട് ബാങ്കാക്കി മാറ്റാനായി മമത ഒഴിവുകേടുകൾ നിരത്തുകയാണെന്നാണ് ആരോപണം. മറുവശത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരും സാമൂഹ്യ വിരുദ്ധരും നടത്തുന്ന കൊള്ളയടി ഭയന്ന് രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെ കഴിയേണ്ടി വരുന്ന ബംഗാൾ ജനതയുടെ വിലാപം കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ദേശീയ സുരക്ഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന നാട്ടുകാരുടെ പരാതികൾ പരിശോധിച്ചാൽ മമതയുടെ ഭരണകൂടത്തിൻ്റെ മെല്ലെപ്പോക്ക് സാധാരണക്കാരുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. വർഷങ്ങളായി തുടരുന്ന മുള്ളുവേലി നിർമ്മാണത്തിലെ കാലതാമസം തങ്ങളുടെ കൃഷി നശിപ്പിക്കുവാൻ ഇടയാക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. രാത്രികാലങ്ങളിൽ അതിർത്തി കടന്നെത്തുന്ന ബംഗ്ലാദേശികൾ തങ്ങളുടെ അധ്വാന ഫലമായ ധാന്യങ്ങളും പച്ചക്കറികളും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് നിത്യ സംഭവമായി മാറിയിരിക്കുന്നു. രാജ്യസുരക്ഷയ്ക്കായി സ്വന്തം ഭൂമി വിട്ടു നൽകുവാൻ പോലും സന്നദ്ധരായിട്ടും മതിയായ നഷ്ടപരിഹാരമോ വേലി നിർമ്മാണത്തിൽ പുരോഗതിയോ ഉണ്ടാകാത്തത് കർഷകരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. സ്ഥലമേറ്റെടുപ്പിൻ്റെ ഭാഗമായി കൃഷിഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയെങ്കിലും കൃഷി ചെയ്യുവാനോ പണം ലഭിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലാണ് പലരും. അതിർത്തിയിലെ മുള്ളുവേലി നിർമ്മാണത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാർ ഉയർത്തുന്ന ഏറ്റവും വലിയ തടസ്സം ഭൂമി ഏറ്റെടുക്കലിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ്. അതിർത്തി കടന്നു പോകുന്ന പലയിടങ്ങളിലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങളാണുള്ളത്. അതിർത്തി വേലി നിർമ്മിക്കുന്നതിനായി കൃഷിഭൂമിയും വീടുകളും വിട്ടുകൊടുക്കുവാൻ കർഷകരും സാധാരണക്കാരും തയ്യാറാകുന്നില്ലെന്നും ബലപ്രയോഗത്തിലൂടെ ഭൂമി ഏറ്റെടുക്കുന്നില്ല എന്നുമാണ് മമത നടത്തുന്ന വാദങ്ങൾ. ഇതിന് നേരെ വിപരീതമാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. ജനങ്ങൾ ഭൂമി വിട്ടു നൽകുവാൻ തയ്യാറാണ്, എന്നാൽ മമത ഇതിന് ഇടംകാലിടുന്നു. ഒരു സാധാരണ കർഷകൻ പങ്കുവച്ച വേദന ഈ മേഖലയിലെ ഭൂരിഭാഗം ആളുകളുടെയും പ്രതിനിധാനമാണ്. വർഷങ്ങളായി സ്ഥലങ്ങൾ അളന്ന് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് വിളവെടുക്കുന്ന കർഷകർക്ക് രാത്രികാലങ്ങളിൽ കാർഷിക വിഭവങ്ങൾ മുഴുവനായി മാറ്റാൻ സാധിക്കാത്ത സാഹചര്യം ഇവിടുത്തെ മോഷ്ടാക്കൾ മുതലെടുക്കുന്നു. തങ്ങളുടെ അധ്വാനം കവർന്നു കൊണ്ടുപോകുന്നത് തടയുവാൻ മുള്ളുവേലി മാത്രമാണ് ഏക പോംവഴിയെന്ന് ഇവർ വിശ്വസിക്കുന്നു. സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാത്തതാണ് തങ്ങളെ ഇത്തരം ദുരനുഭവങ്ങളിലേക്ക് നയിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഈ ഗുരുതരമായ സാഹചര്യത്തിലാണ് കൽക്കട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ നിർണായകമാകുന്നത്. അതിർത്തി സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇതിനകം ഏറ്റെടുത്ത ഭൂമി 2026 മാർച്ച് 31 അതിർത്തി രക്ഷാസേനയ്ക്ക് കൈമാറുവാൻ പശ്ചിമ ബംഗാൾ സർക്കാരിനോട് ഇന്നലെ ഉത്തരവിട്ടിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലെ കാലതാമസമാണ് ഏറ്റവും വലിയ തടസ്സമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പശ്ചിമ ബംഗാൾ സർക്കാർ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി വേലി നിർമ്മാണം തടസ്സപ്പെടുത്തുകയാണെന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കും ഈ വിധി പുതിയ മാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിർത്തി സുരക്ഷാ വിഷയങ്ങളിൽ കോടതി കാണിച്ച ഈ കാർക്കശ്യം വരും മാസങ്ങളിൽ വേലി നിർമ്മാണം വേഗത്തിലാക്കുവാൻ സഹായിക്കുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുരക്ഷയും ഉപജീവനവും ഒരുപോലെ ഭീഷണിയിലായ ഈ മനുഷ്യർക്ക് കോടതിയുടെ ഇടപെടൽ ഒരു പുതിയ പ്രതീക്ഷയുടെ കിരണമാണ് നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.